محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وقالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ വല്ലാത്ത ഒരു വാക്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ. വിശ്വസിച്ചവരെ നിങ്ങൾ വിശ്വസിക്കുവിൻ എന്ന് ഖുർആൻ. അത് വിശ്വാസികളെ അപമാനിച്ചതാണോ? വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഖുർആൻ പറയാണ്, ആമിനു, നിങ്ങൾ വിശ്വസിക്കുവിൻ. വിശുദ്ധ ഖുർആനിലെ വളരെ ഗൗരവപ്പെട്ട ഒരു വചനം ഞാൻ ആമുഖമായി പാരായണം ചെയ്തു. മദീന എന്ന ഒരു ഇസ്ലാമിക സംവിധാനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ മദീന ഒരു ഇസ്ലാമിക സംവിധാനത്തിന് കീഴിലായപ്പോ അതിൻ്റെ ചില ആനുകൂല്യങ്ങൾ പിൻപറ്റാൻ വേണ്ടി ചില ആളുകളൊക്കെ വന്നു. ഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റസൂലേ. ഖുൽ ലം തുഅ്മിനു, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുത്തു, ഖുൽ ലം തുഅ്മിനു, വിശ്വസിച്ചു എന്ന് നിങ്ങൾ പറയരുത്. വലാകിൻ ഖൂലു അസ്ലംനാ, ഞങ്ങൾ മുസ്ലിമീങ്ങളായി എന്ന് നിങ്ങൾ പറയാം, പക്ഷേ ആമന്ന എന്ന് നിങ്ങൾ പറയരുത്.
നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ല. മുസ്ലിം എന്നുള്ളത് ഒരു ജനറൽ കാറ്റഗറിയാണ്. നമ്മളെല്ലാവരും അടങ്ങുന്ന ഒരു ജനറൽ പ്ലാറ്റ്ഫോമാണ് മുസ്ലിം. എന്നാൽ മുഅ്മിൻ എന്നുള്ളത് ആ മുസ്ലിം എന്ന ലെവലിൽ നിന്ന് മുഅ്മിൻ എന്ന ലെവലിലേക്ക് എത്താനുള്ള നിരന്തര പരിശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടതെന്നാണ്. മുഅ്മിൻ എന്നുള്ളത് ഒരു അഡ്വാൻസ്ഡ് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ ഒരു എലൈറ്റ് കാറ്റഗറിയാണ് ഈ ഒരു മുസ്ലിം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നിരന്തരം നമ്മെ പഠിപ്പിച്ചത് നമ്മൾ ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. പുതുക്കുക എന്ന വാക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. തജ്ദീദാണ്. തജ്ദീദ് അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈമാനിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇരുത്തിയിട്ടൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നൽ ഈമാൻ, തീർച്ചയായും ഈമാൻ എന്ന് പറയുന്നത് ഫീ ജൗഫി അഹദിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ യഖ്ലുഖ്, അത് നുരുമ്പിപ്പോയിക്കൊണ്ടേയിരിക്കും. ഏതുപോലെ? നിങ്ങളുടെ ഒരു വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ. നമ്മൾ പുതിയൊരു വസ്ത്രം വാങ്ങി അതിങ്ങനെ ഉപയോഗിച്ച് അതിങ്ങനെ നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ നുരുമ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിരന്തരമായി പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത്, പടച്ചവനെ ഞങ്ങളുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു തരണേ എന്നാണ്. അയ്യുജദ്ദിദൽ ഈമാൻ എന്നാണ് റസൂൽ പ്രയോഗിച്ചത്. ഈമാനിനെ പുതുക്കി തരാൻ വേണ്ടി നിങ്ങൾ നിരന്തരം പടച്ചവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. അപ്പോ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സ്വഹാബിമാരും റസൂലൊക്കെ അവരുടെ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു. അത് അവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ റൊട്ടീനിൽപ്പെട്ടൊരു കാര്യമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ വരുമ്പോ ആളുകൾ വിളിക്കും, ഹലുമു വരൂ, ഹലുമു നസ്ദദ് ഈമാനൻ, നമുക്ക് അല്പമൊന്ന് ഈമാൻ വർദ്ധിപ്പിക്കാം. അങ്ങനെ പറയാൻ, ഹലുമു നസ്ദദ് ഈമാനൻ, വരൂ നമുക്ക് കുറച്ചു നേരം ഈമാൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, ഒന്ന് റിന്യൂ ചെയ്യാം, നമുക്കൊന്ന് പുതുക്കാം ഈമാനിനെ. അവർ ഇരിക്കുകയാണ്, ദീനിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ അവർ നിരന്തരം ഈമാനിനെ പുതുക്കിക്കൊണ്ടേയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അൽ ഈമാനു യസീദു വയൻഖുസ്, ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഈമാൻ അത് യസീദ്, അത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ യൻഖുസ്, അത് കുറഞ്ഞു വരികയും ചെയ്യും. അത് ചിലപ്പോ ഈമാൻ അതിന്റെ ഉന്നതമായ അവസ്ഥയിൽ ഉണ്ടാകും, ചിലപ്പോ ചില സമയത്ത് വളരെ ഡൗൺ ആയിരിക്കും. ഈമാൻ കുറഞ്ഞ ഈമാൻ കുറഞ്ഞ നിമിഷത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മറ്റുള്ളവർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എന്തൊരു നല്ലൊരു മനുഷ്യനായിരുന്നുലേ എന്ന് പറയും. അയാൾ ഇങ്ങനെ ചെയ്യും നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. പള്ളിയിലുണ്ട്, നിസ്കാരത്തിനുണ്ട്, ജമാഅത്തിനുണ്ട്, പക്ഷെ അയാൾ ഇങ്ങനെ ചെയ്യോ? ഈമാൻ അതിന്റെ ആ ലെവലിൽ നിന്ന് താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ നികൃഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് റസൂൽ നിരന്തരം പഠിപ്പിച്ചത്, അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കേണ്ടത് അൻയുജദ്ദിദൽ ഈമാൻ, ഈമാനിനെ പുതുക്കി തരാൻ വേണ്ടിയിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിൽ നിന്ന് പോലും ദീനിൽ നിന്ന് കൊഴിഞ്ഞു പോക്കുണ്ടായിട്ടില്ലേ? ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഹജ്ജത്തുൽ വിദായിൽ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ സംഘടിച്ചു നിൽക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ആ സംഘത്തിന്റെ ഏറ്റവും പുറകിലുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി ഒരു നിശ്ചിത അകലത്തിൽ നിന്ന് ചില ആളുകൾ ഇങ്ങനെ റസൂല് പറയുന്നത് കേട്ട് പുറകിലേക്ക് പറഞ്ഞു കൊടുക്കും.
മുബല്ലിഗുർ റസൂൽ എന്നാണ് പറഞ്ഞത്. മുബല്ലിഗുർ റസൂൽ, റസൂലിന്റെ ശബ്ദം എത്തിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു റബീഅത്ത് ഇബ്നു ഉമയ്യ. അദ്ദേഹം അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാഇല് പ്രവാചകന്റെ ശബ്ദം എത്തിച്ചു കൊടുത്ത മനുഷ്യൻ മുസ്ലിം അല്ലാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസിയായി കൊണ്ട് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ സാഹചര്യവും നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പഠിപ്പിച്ചത്. നമ്മൾ എന്തിനാ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നത്? നമുക്കൊരു ബൂസ്റ്റിംഗ് ആണത്. ഈമാൻ വർദ്ധിക്കുകയാണ്. നമ്മൾ നിരന്തരം ഈമാനിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അങ്ങനെ തന്നെയാണ് ഇസ്ലാമിനെ സംവിധാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇശാഇന്റെ കൂടെ നിസ്കരിച്ചാൽ മതിയല്ലോ 5 നേരം, അല്ലേ? ഒറ്റടിക്ക് രാത്രി നിസ്കരിച്ചാൽ മതി. അങ്ങനെയല്ല. ഒരു ദിവസം മുഴുവൻ നിശ്ചിത ഇടവേളകളിൽ പടച്ചവനെ കുറിച്ച് നമ്മൾ ഓർക്കണം. തിന്മകളിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ശരിക്കും നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സുജൂദിൽ കിടന്ന് ആ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളും അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിൽ ഇങ്ങനെ വരും. പടച്ചോനെ, ഞാനത് ചെയ്യുന്നത് വല്ലാത്ത തെറ്റാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം, അതല്ലെങ്കിൽ ഒരു തിന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു തോന്നൽ അയാളുടെ ഉള്ളിലുണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം കൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാണ്. നമ്മൾ 5 നേരത്തെ നമസ്കാരത്തിൽ നിരന്തരം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് എത്ര പേരത് ആത്മാർത്ഥമായി ചൊല്ലാറുണ്ട് എന്നറിയില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായും, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ദിവസം 17 തവണ, അത് സുന്നത്തടക്കം നിസ്കരിക്കുന്നവർക്ക് ഏറ്റവും ചുരുങ്ങിയത് 29 തവണയെങ്കിലും, നിർബന്ധമായും 17 തവണയെങ്കിലും ഒരു ദിവസം ആവർത്തിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചോനെ നേരായ മാർഗത്തിലേക്ക് നീ എന്നെ, മുസ്തഖീമായ ഇസ്തിഖാമത്തുള്ള ഉറപ്പുള്ള ഒരു മാർഗത്തിലേക്ക് എന്നെ നീ നയിക്കണേന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഈമാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ നിരന്തരം അതിനെ പരിപോഷിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഈ അടുത്ത് നമ്മുടെ എല്ലാ ഡാറ്റകളും ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം SIR എന്ന പേരിൽ നമ്മളെല്ലാം ചെയ്തല്ലോ. അതൊരു പുനഃപരിശോധനയായിരുന്നു, അല്ലെ? ഒരു പുനഃപരിശോധനയായിരുന്നു SIR എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ് അതിന് പറയുക. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഒരു ദ്രുതഗതിയിലുള്ള പുനഃപരിശോധനയാണ്. നമ്മളൊക്കെ ഈ രാജ്യക്കാർ തന്നെയാണോ എന്ന ഒരു പരിശോധന. അതിന്റെ നിയത്തില് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ അതുപോലെ ഇടക്കൊന്ന് നമ്മെ വളരെ ദ്രുതഗതിയിലൊന്ന് പുനഃപരിശോധിക്കണം. നമുക്കും വേണം വ്യക്തിപരമായി ഒരു SIR, ഒരു സ്പെഷ്യൽ ഇസ്ലാമിക് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഈമാനിക് റിവിഷൻ നമുക്ക് വേണം. നമ്മൾ നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ദീനിനെ നമ്മളൊന്ന് പുനഃപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കണം. നിരന്തരം കണ്ടിന്യൂസ്ലി, ഒരു തടസ്സവുമില്ലാത്ത വിധം നമ്മൾ 5 നേരം നമസ്കരിക്കുന്നു, പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. ആ നമസ്കാര ശേഷം നമ്മളൊന്ന് ചിന്തിക്കുക, ഒരു 3 മിനിറ്റ്, പടച്ചോനെ സുബഹ് മുതൽ ഈ ളുഹർ വരെയുള്ള സമയത്ത് എന്നിൽ നിന്ന് വരാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഞാൻ എന്തെങ്കിലും തിന്മകളിൽ ഏർപ്പെടാൻ എൻ്റെ മനസ്സിൽ നിയ്യത്തുണ്ടോ? ഇത് നമ്മൾ നിരന്തരം ചിന്തിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരെ പഠിപ്പിച്ചതാണ്. പ്രിയമുള്ളവരെ, നിരന്തരം നമ്മുടെ ഈമാനിനെ മുഅ്മിൻ എന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ ഉയർത്തി വെച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു ഉന്നതമായ പദവിയിലായിരിക്കണം. ഈ പള്ളിയിലുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ്.
ഞാൻ അടക്കമുള്ളവർ. പക്ഷേ നമ്മിൽ എത്ര പേർ മുഅ്മിനായിട്ടുണ്ട്? ഈമാൻ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കോറിയിട്ട് വെക്കപ്പെട്ടവർ എത്ര പേരുണ്ട് എന്ന് അവനവൻ തന്നെ സ്വന്തത്തിലേക്ക് വിരൽ ചൂണ്ടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ചോദ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ. ഞാൻ അടക്കമുള്ളവർ നമ്മൾ നിരന്തരം, ഞാൻ ഈ മിമ്പറിൽ നിന്ന് സംസാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഞാൻ എല്ലാ തിന്മകളിൽ നിന്നും മുക്തമാണ് എന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എന്നാൽ ആ വിശ്വാസത്തെ ഹൃദയാന്തരങ്ങളിൽ ഈമാൻ ഇടപ്പെട്ടതുപോലെ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നിരന്തരം ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. മാ വഖറ, കോറിയിടുക എന്ന് ഞാൻ വെറുതെ ഒരു മലയാളം വാക്കാണ് പറഞ്ഞതല്ല. അറബി ഭാഷയിൽ ഈമാൻ എന്താന്ന് പറയുന്നിടത്ത് പറയുന്നത് മാ വഖറ ഫീ ഖൽബി എന്നാണ്. മാ വഖറ ഫീ ഖൽബി, ഖൽബിന്റെ അകത്ത് കോറിയിടപ്പെട്ടത്. ഒരു ചോക്കൊണ്ട് എഴുതിയാൽ വരച്ചാൽ മായ്ച്ചു പോകും. എന്നാൽ ആ ഗ്ലാസ്സിൽ ഒരു ആണി കൊണ്ട്, ഇരുമ്പ് കഷ്ണം കൊണ്ട് കോറിയിട്ടാൽ അത് പോകൂല. അതാണ് മാ വഖറ ഫീ ഖൽബിഹി, ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കോറിയിട്ടപ്പെട്ടതാവണം ഈമാൻ എന്നുള്ളത്. അതുകൊണ്ട് നിരന്തരം നമ്മൾ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ച മാതൃകയിൽ ഈമാൻ പുതുക്കിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിന്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സൂചിപ്പിച്ചത് ഏറെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നിരന്തര ജീവിതത്തിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള പല കാരണങ്ങളുണ്ടാകും. നമ്മുടെ സൗഹൃദ വലയങ്ങൾ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എല്ലാം ഈമാനിന്റെ ഒരു അന്തരീക്ഷം ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യം സ്വാഭാവികമാണ്. കാരണം സമൂഹത്തിലെ എല്ലാ മനുഷ്യരും എല്ലാവരും പെർഫെക്റ്റ് അല്ല, നമുക്കൊക്കെ അറിയാം. നമ്മൾ അവരോടൊക്കെ ഇടപെടുമ്പോൾ ചിലപ്പോൾ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോൾ ഈമാൻ ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് അയ്യുജദ്ദിദൽ ഈമാൻ, ഈമാനിനെ പുതുക്കി തരണേ പടച്ചോനെ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ നരകവാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന വല്ലാത്തൊരു ചോദ്യമുണ്ട്. മാ സലകകും ഫീ സഖർ, നരകവാസികളോട് ചോദിക്കുമത്രേ, എന്താണ് നിങ്ങളെ നരകത്തിൽ എത്തിച്ചത്? എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ എറിയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങള് നിസ്കരിക്കുന്നില്ലായിരുന്നു, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്, ഞങ്ങൾ അങ്ങനെ മുഴുകിയവരുടെ കൂടെ അങ്ങനെ ഒരു ഹവയിൽ അങ്ങനെ പോവുകയായിരുന്നു, ഒരു ഓളത്തിൽ അങ്ങനെ. മുസ്ലിമാണോ? ആണ്. പക്ഷേ അങ്ങനെ പള്ളിയുമായി സഹകരിക്കുന്നുണ്ടോ? 100% സഹകരിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ട്, ഉൽഹിയ്യത്തിന് മുമ്പിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഈമാൻ ഉള്ളിൽ ഉറച്ചിട്ടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അതങ്ങനെ ഒഴുകി നടക്കുന്ന രൂപത്തിൽ അങ്ങനെ പോവാണ് എന്ന് ഖുർആൻ വല്ലാതെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, എല്ലാ ജുമുഅകളിലും നമ്മൾ കേൾക്കുന്ന ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? ഹഖ്ഖ തുഖാതിഹി, എങ്ങനെയാണോ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് അങ്ങനെ.
അള്ളാഹിനെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു പോവല്ല. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്, മരണപ്പെട്ടു പോകരുത് എന്ന് പറയുന്നത് അമുസ്ലിമായിക്കൊണ്ട് മരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇസ്ലാം എന്നാൽ കീഴ്വണക്കം എന്നാണ്. പൂർണ്ണമായി പടച്ചവനിലേക്ക് അൺകണ്ടീഷണലി സബ്മിറ്റ് ചെയ്യാം. ഒരു നിബന്ധനകളുമില്ലാതെ പടച്ചവനിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാം, മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം. അർത്ഥതലത്തിലാണത് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏറെ ഗൗരവത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ എന്തൊക്കെ മേഖലകളിൽ നമ്മൾ പ്രവേശിച്ചാലും, ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ടാലും, ഇസ്ലാമിയത്തിന്റെ ഒരടയാളങ്ങളും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാലും ഒരു മുസ്ലിമായി കൊണ്ട് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി മുസ്ലിമാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമസ്കാരം കൃത്യമായി നിർവഹിക്കാനും ഓരോ ദിവസവും എൻ്റെ ഈമാൻ താഴ്ന്നു പോകുന്ന സമയത്ത് അതിനെ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ദീൻ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.